ഭയങ്കര ശ്രദ്ധയിൽ നമ്മൾ പഠിക്കണമെന്ന്. അപ്പോൾ ശ്രദ്ധയിൽ തന്നെ പഠിക്കുക കേട്ടാ. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ഒരു നോട്ട് പുസ്തകം എപ്പോഴും കയ്യിൽ അടുത്ത് വേണം കേട്ടാ. ഒരു നോട്ട് പുസ്തകം എപ്പോഴും കയ്യിൽ അടുത്ത് വേണം. എന്തിനാണെന്നറിയോ? സാറ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അപ്പോൾ എഴുതിയെടുക്കാൻ കേട്ടാ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ആ പഠിച്ച പാടല്ലേ, നമ്മൾ ഗാന്ധിജിയുടെ പാടാണല്ലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്, കഴിഞ്ഞ ഗൂഗിൾ മീറ്റിൽ പഠിച്ചത് ഗാന്ധിജിയുടെ പാടല്ലേ. ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറഞ്ഞ പാഠമാണ് നമ്മൾ പഠിച്ചത്. ജവഹർലാൽ നെഹ്റു ആണ് ആ ഒരു പാഠവിവരണം നമുക്ക് നൽകിയത് അല്ലേ. പാഠസന്ദർഭം നമുക്ക് തന്നിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഗാന്ധിജി വന്നതിൻ്റെ പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ ആ പാഠത്തിൽ പഠിച്ചെടുത്തത്. ഇനി നമുക്ക് ആ പാഠത്തിലെ ബുദ്ധിമുട്ടുള്ള വാക്കുകളുടെ അർത്ഥങ്ങൾ നമുക്ക് പഠിക്കാം അല്ലേ. ബുദ്ധിമുട്ടുള്ള വാക്കുകളുടെ അർത്ഥങ്ങൾ നമ്മൾ പഠിക്കാം. അപ്പോൾ അതിന് ശേഷം ഞാനൊരു വീഡിയോ ക്ലാസ് ഇട്ടിരുന്നു. അതിൽ ബുദ്ധിമുട്ടുള്ള വാക്കുകളുടെ അർത്ഥങ്ങളാണ് കൊടുത്തിരുന്നത്. അത് ആ കൂടി കുറച്ച് വാക്കുകൾ കൊടുത്തിരുന്നുള്ളൂ. ഇനിയിപ്പോൾ വീഡിയോ ക്ലാസ് ഇടാൻ നമുക്ക് സമയമില്ല. അപ്പോൾ സാറ് ഡെയിലി ഗൂഗിൾ മീറ്റ് ക്ലാസ് നടത്തുക. അപ്പോൾ സാറ് പറഞ്ഞു തരുന്ന വാക്കുകളുടെ അർത്ഥവും ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ മക്കൾ എഴുതേണ്ടി വരും കേട്ടോ. പറയുമ്പോൾ അപ്പം തന്നെ മെല്ലെ മെല്ലെ എഴുതിയെടുത്തോളൂ കേട്ടോ. പിന്നെ സാറ് ബാക്കിയുള്ള വാക്കുകളുടെ അർത്ഥങ്ങൾ സാറ് പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ അവസാനത്തെ വാക്ക് പിയേഴ്സ്ഡ് എന്ന വാക്കായിരുന്നു. ആ വാക്കിൻ്റെ അർത്ഥം മുറിപ്പെടുത്തി എന്നായിരുന്നു. പിയേഴ്സ്ഡ് സ്പെല്ലിംഗ് സാർ ഒരിക്കൽ പറഞ്ഞു തരാം. PIERCED, പിയേഴ്സ്ഡ്, മുറിപ്പെടുത്തി എന്നാണ് വാക്ക്. അതിൻ്റെ പിയേഴ്സ് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് ആണ് സാറ് പറഞ്ഞത്. PIERCED, പിയേഴ്സ്ഡ്. ആ വാക്കിൻ്റെ അർത്ഥം മുറിപ്പെടുത്തി എന്നാണ്. കേട്ടില്ലേ? ഓക്കെ. ഇനി അടുത്ത വാക്ക് സാർ പറഞ്ഞു തരാം. വേൾവിൻഡ്, WHIRLWIND, വേൾവിൻഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ചുഴലിക്കാറ്റ് എന്നാണ്. വേൾവിൻഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ചുഴലിക്കാറ്റ് എന്നാണ്. നമ്മൾ നേരത്തെ ഗാന്ധിജിയുടെ പാഠത്തിൽ പഠിച്ചല്ലോ. എന്താ പഠിച്ചേ? സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിലേക്ക് ഗാന്ധിജി ഒരു ചുഴലിക്കാറ്റ് പോലെ കടന്നു വരികയാണ് ചെയ്തത്. തൽഫലമായിട്ട് എന്തുണ്ടായി? ഗാന്ധിജി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നഖശിഖാന്തം പോരാടുകയാണ് ചെയ്തത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞെന്ന് ഓർക്കണുണ്ടോ? ഓക്കെ. അപ്പോൾ വേൾവിൻഡ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ എന്താ എഴുതിയത്? ചുഴലിക്കാറ്റ് എന്ന് എഴുതിയെന്ന് പ്രതീക്ഷിക്കണു. സാർ അടുത്ത വാക്ക് പറഞ്ഞു തരാം. എക്സ്പ്ലോയിറ്റേഷൻ, EXPLOITATION, എക്സ്പ്ലോയിറ്റേഷൻ, EXPLOITATION, എക്സ്പ്ലോയിറ്റേഷൻ എന്നാൽ ഒന്നുകൂടി പറഞ്ഞു തരാമല്ലോ. EXPLOITATION, എക്സ്പ്ലോയിറ്റേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചൂഷണം എന്നാണ്. ചൂഷണം എന്നാണ്. മനസ്സിലായോ? എഴുതിയല്ലോ. ഇനി സാർ അടുത്ത വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. ചൂഷണം എന്ന വാക്കിൻ്റെ അർത്ഥം, എക്സ്പ്ലോയിറ്റേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചൂഷണമാണ്. ഇവിടെ നമ്മൾ ഇന്ത്യക്കാരെയാണ് ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തത്. ഈ കഥാസന്ദർഭത്തിൽ അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം. ഡോമിനൻ്റ് എന്ന വാക്ക്. ഡോമിനൻ്റ് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് സാർ പറഞ്ഞു തരാം. DOMINANT, ഡോമിനൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ അധികം നമ്മളെ ഭരിക്കുന്ന രീതി. ഡോമിനൻ്റ് ഒരർത്ഥം അതാണ്, നമ്മളെ ഭരിക്കുക. ബ്രിട്ടീഷ് വാസ് ഡോമിനൻ്റ് ഓൺ അസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ മുകളിൽ നമ്മളെ ഭരിക്കുന്ന ഒരു പ്രവണതയാണ് അവർക്കുണ്ടായിരുന്നത്, ഡോമിനൻ്റ്. പിന്നെ മറ്റൊരു അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട എന്നാണ് മറ്റൊരു വാക്കിൻ്റെ അർത്ഥം. ഡോമിനൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രധാനപ്പെട്ട എന്നാണ് അർത്ഥം. കേൾക്കാമോ? ഡോമിനൻ്റ് എന്ന വാക്കിന് രണ്ടർത്ഥങ്ങളാണുള്ളത്. ഒന്ന് നമ്മളെ ഭരിക്കുന്ന പ്രവണത, മറ്റേത് വളരെ പ്രധാനപ്പെട്ട എന്നാണ് അടുത്ത വാക്കിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ രണ്ട് വാക്കുകൾ നിങ്ങൾ എഴുതിയെന്ന് കരുതുന്നു. രണ്ടർത്ഥങ്ങളും അതിൻ്റെ എഴുതിയെന്ന് കരുതുന്നു അല്ലേ? രണ്ട് അർത്ഥങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. എഴുതിയോ? ഓക്കെ. ഇനി ഇവിടെ ഡോമിനൻ്റ് അല്ലേ? ഡോമിനൻ്റ് എന്ന് വെച്ചാൽ നമ്മളെ ഭരിക്കുന്ന പ്രവണത. അതിന് മുമ്പുള്ളത് എക്സ്പ്ലോയിറ്റേഷൻ എഴുതിയെടുത്തിട്ടില്ലേ?
ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. എക്സ്പ്ലോയിറ്റേഷൻ EXPLOITATION. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വെച്ചാൽ ചൂഷണം. എഴുതിയോ? ഹലോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം. അടുത്ത വാക്ക് നമുക്ക് നോക്കാം. ഇമ്പൾസ്. IMPULSE. ഇമ്പൾസ്. ഇമ്പൾസ് എന്ന വാക്കിൻ്റെ അർത്ഥം തോന്നൽ എന്നാണ്. ഇമ്പൾസ് എന്ന വാക്കിൻ്റെ അർത്ഥം തോന്നൽ എന്നാണ്. നമ്മൾ എഴുതിയോ? ഇമ്പൾസ്. പറയാം. IMPULSE. ഇമ്പൾസ് എന്ന് വെച്ചാൽ തോന്നൽ എന്നാണ് അർത്ഥം വരുന്നത്. ഇമ്പൾസ് എന്നാൽ തോന്നൽ എന്നാണ് അർത്ഥം വരുന്നത്. IMPULSE. ഇമ്പൾസ്. ഹലോ, കേട്ടോ? ഹലോ? ഓക്കെ. നമുക്ക് അടുത്ത വാക്ക് നോക്കാം. പെർവേസീവ്. PERVASIVE. പെർവേസീവ്. വിപുലമായ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. പെർവേസീവ് എന്ന വാക്കിൻ്റെ അർത്ഥം വിപുലമായ എന്നാണ്. എഴുതിയോ? അതായത് വിപുലമായ രീതിയിലാണ് ബ്രിട്ടീഷ് നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിച്ചിരുന്നത്. ഒരു പ്രദേശം മാത്രമല്ല, രാജ്യത്തെ ഒന്നാകെ അടക്കി ഭരിച്ചിരുന്നു. ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം. സ്ട്രാംഗ്ലിംഗ് സ്പെല്ലിംഗ് സാറ് പറഞ്ഞു തരാം. STRANGLING. സ്ട്രാംഗ്ലിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം സാറ് പറഞ്ഞു തരാം. കഴുത്ത് ഞെരിക്കുന്ന. ഇവിടെ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ കഴുത്ത് ഞെരിക്കുന്ന വിധത്തിലാണ് ഭരിച്ചിരുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അക്ഷരാർത്ഥത്തിലല്ല ഒരു എന്താ പറയുക, നമ്മൾ സിംബോളിക്കലി ആണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അക്ഷരാർത്ഥത്തിൽ അല്ല, ഇന്ത്യയെ കഴുത്തു ഞെരിക്കുന്ന വിധത്തിലാണ് ബ്രിട്ടീഷ് ഭരണം ഉണ്ടായിരുന്നതെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രിയ വിദ്യാർത്ഥികൾ എഴുതിയെടുത്തല്ലോ സ്ട്രാംഗ്ലിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ. അപ്പോൾ ഇത്തരം വാക്കുകളൊക്കെയാണ് നെഹ്റു ഉപയോഗിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണത്തിനെ വിവരിക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം. ത്രഷ്ഹോൾഡ്. THRESHOLD. ത്രഷ്ഹോൾഡ് എന്ന വാക്കിൻ്റെ അർത്ഥം വാതിൽപ്പടി എന്നാണ്. ത്രഷ്ഹോൾഡ് എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് വാതിൽപ്പടി എന്നാണ് അർത്ഥം വരുന്നത്. ത്രഷ്ഹോൾഡ് എന്ന വാക്കിൻ്റെ അർത്ഥം വാതിൽപ്പടിയാണ്. വാതിൽപ്പടി നമ്മളിപ്പോൾ കട്ടളപ്പടി കണ്ടിട്ടില്ലേ? നമ്മുടെ വീടിൻ്റെ കട്ടളപ്പടി ഒരു മരത്തിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടാവില്ലേ, ഡോർ അടയ്ക്കാനുള്ള ഭാഗത്ത് നമ്മൾ കയറി വരുന്നിടത്തേ കണ്ടിട്ടില്ലേ കട്ടളപ്പടി? അപ്പോൾ അതാണ് സ്പെല്ലിംഗ് ഒന്നുകൂടി പറഞ്ഞുതരാം. THRESHOLD. ത്രഷ്ഹോൾഡ്, കട്ടളപ്പടി. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വാക്ക് നോക്കാം. അമേസിങ്. AMAZING. അമേസിങ്. അത്ഭുതപ്പെടുത്തുന്ന. അമേസിങ് എന്ന വാക്കിൻ്റെ അർത്ഥം അത്ഭുതപ്പെടുത്തുന്ന. എഴുതിയോ? അത്ഭുതപ്പെടുത്തുന്ന എഴുതിയോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം. ഫർട്ടീവ്. FURTIVE. ഫർട്ടീവ്, നേരെയല്ലാത്ത. ഫർട്ടീവ് എന്ന വാക്കിൻ്റെ അർത്ഥം നേരെയല്ലാത്ത. ഏലിയൻ. ALIEN. അടുത്ത വാക്ക് ഏലിയൻ. ALIEN. മറ്റു രാജ്യത്തുള്ള. എഴുതിയോ? ഏലിയൻ വിദേശ രാജ്യത്തുള്ളതാണ്. ശരിക്കും ഏലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യഗ്രഹം എന്നൊക്കെ അർത്ഥമുള്ളത്, അന്യഗ്രഹ ജീവി എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ അർത്ഥമാക്കുന്നത് മറ്റു രാജ്യത്തുള്ള എന്നാണ് കേട്ടോ. മനസ്സിലായല്ലോ? ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ അർത്ഥമാക്കുന്നത് മറ്റു രാജ്യത്തുള്ളതെന്നാണ്. സാധാരണ ഏലിയൻ എന്നൊക്കെ പറയുമ്പോൾ അന്യഗ്രഹ ജീവി എന്നൊക്കെയാണ് ഉദ്ദേശിക്കുക. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റു രാജ്യത്തുള്ള എന്നാണ് കേട്ടോ. എഴുതി കഴിഞ്ഞല്ലോ?
ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. അൺകോംപ്രമൈസിങ്. UNCOMPROMISING. അൺകോംപ്രമൈസിങ്. സ്പെല്ലിംഗ് സാറ് പറഞ്ഞു തരാം. UNCOMPROMISING. അൺകോംപ്രമൈസിങ്. അൺകോംപ്രമൈസിങ് എഴുതിയാ? അൺകോംപ്രമൈസിങ്. ഒന്നുകൂടി പറഞ്ഞുതരാം. UNCOMPROMISING. അൺകോംപ്രമൈസിങ്. സമ്മതിക്കാൻ പറ്റാത്ത എന്നാണ് അൺകോംപ്രമൈസിങ് എന്ന വാക്കിൻ്റെ അർത്ഥം. അൺകോംപ്രമൈസിങ് എന്ന വാക്കിൻ്റെ അർത്ഥം സാർ ഒന്നുകൂടി പറഞ്ഞുതരാം. സമ്മതിക്കാൻ പറ്റാത്ത. വാക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം. UNCOMPROMISING. അൺകോംപ്രമൈസിങ്. സമ്മതിക്കാൻ പറ്റാത്ത. എഴുതിയോ? സമ്മതിക്കാൻ തയ്യാറാകാത്ത. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം. ആബ്സല്യൂട്ട്. ആബ്സല്യൂട്ട്. ABSOLUTE. ആബ്സല്യൂട്ട്. ആബ്സല്യൂട്ട്. ABSOLUTE. ആബ്സല്യൂട്ട്. മുഴുവനായും തീർത്തും. രണ്ട് ഓരോ മീനിങ് തന്നെ വരണേ. മുഴുവനായും തീർത്തും. മുഴുവനായും തീർത്തും. എഴുതിയോ? മുഴുവനായും തീർത്തും എഴുതിയല്ലോ. ആബ്സല്യൂട്ട് സ്പെല്ലിംഗ് സാർ ഒന്നുകൂടി പറഞ്ഞുതരാം. ABSOLUTE. ആബ്സല്യൂട്ട്. അപ്പോൾ അതിനെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സാറ് ഫസ്റ്റ് ഇയറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് സാറ് ഇലക്ട്രോണിക് ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ലേ ഗ്രൂപ്പിലെ? ഇലക്ട്രോണിക് ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നുണ്ട് സാറ് ഗ്രൂപ്പിലെ. ശ്രദ്ധിച്ചിരുന്നില്ലേ അത്? അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഗാന്ധിജിയുടെ പാഠത്തിലുള്ള വാക്കുകളുടെ അർത്ഥമാണ് സാർ ഇപ്പോൾ പറഞ്ഞു തരുന്നത് കേട്ടോ. കേട്ടല്ലോ? അപ്പോൾ സാറ് വേറെ പുറത്തുനിന്നൊന്നും പറഞ്ഞു തരുന്നില്ല. ആ പാഠത്തിലുള്ള ബുദ്ധിമുട്ടുള്ള വാക്കുകളുടെ അർത്ഥങ്ങളാണ് സാറ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വാക്കുകളുടെ അർത്ഥവും ആ ടെക്സ്റ്റിലുള്ള ഇലക്ട്രോണിക് ടെക്സ്റ്റിലുള്ള വാക്കുകളും കൂട്ടി വായിച്ചാൽ ആ ടെക്സ്റ്റിലെ പാഠത്തിലെ വാക്കുകളുടെ അർത്ഥമാണ് സാറോട് പറഞ്ഞു തരുന്നത്. കൂട്ടി വായിച്ചാൽ നിങ്ങൾക്ക് ആ പാഠസന്ദർഭം വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാവും. ഒപ്പം തന്നെ സാറ് മുമ്പിട്ടുള്ള ക്ലാസ്സിൽ നിന്നും പറഞ്ഞത് മനസ്സിലാവും കേട്ടോ. സാറ് പഠിപ്പിച്ചു തന്നല്ലോ മുമ്പ് ഒരു ഗൂഗിൾ മീറ്റ് എടുത്തപ്പോൾ ആ പാഠത്തിലെ കാര്യങ്ങളൊക്കെ. ഇന്ത്യയെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നെന്നും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെയാണ് ഗാന്ധിജി പോരാടിയതെന്നും പോരാടിയ രീതികൾ സാറ് പറഞ്ഞു തന്നു. 2 ഫോൾഡ് മെത്തേഡാണ് ഉപയോഗിച്ചത്. ഒരു മെത്തേഡിലൂടെ ബ്രിട്ടീഷ് ഭരണത്തെ ഭയങ്കരമായിട്ട് നഖശികാന്തം എതിർത്തു. മറ്റൊരു മെത്തേഡിലൂടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹ്യ അനീതി, സോഷ്യൽ ഈവിൾസ്, സാമൂഹ്യ ദുരാചാരങ്ങൾക്കെതിരെയും പോരാടി. സാമൂഹ്യ ദുരാചാരങ്ങൾക്ക് ഉദാഹരണമാണ് മറ്റേ സതി സിസ്റ്റം, കാസ്റ്റ് സിസ്റ്റം, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ സാമൂഹ്യ ദുരാചാരം. അപ്പോൾ ഈ ബ്രിട്ടീഷ് ഭരണത്തെയും എതിർത്തു, ഒപ്പം തന്നെ സാമൂഹ്യ ദുരാചാരങ്ങളെയും ഗാന്ധിജി എതിർത്തു. അപ്പോൾ 2 ഫോൾഡ് മെത്തേഡ് ഉപയോഗിച്ച് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയതിൻ്റെ ഒരു വിവരണമാണ് ഈ പാഠം. അപ്പോൾ ആ പാഠത്തിലുള്ള ബുദ്ധിമുട്ടുള്ള വാക്കുകളുടെ അർത്ഥമാണ് സാറ് മെല്ലെ ഓരോന്നായിട്ട് പറഞ്ഞിരുന്നത്. സാറ് അവസാനം പറഞ്ഞ വാക്ക് ഏതാ? അൺകോംപ്രമൈസിങ് അല്ലേ? അബ്സല്യൂട്ട്. ഓക്കെ, അടുത്ത വാക്കിൻ്റെ അർത്ഥം നമുക്ക് എഴുതാം. ഇടയ്ക്ക് സാറ് അതൊന്ന് നിങ്ങളെ കൊണ്ട് അത് റീകളക്ട് ചെയ്യിപ്പിക്കുക ചെയ്യണം കേട്ടോ പാഠസന്ദർഭേ. അപ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ വരുമല്ലോ. അപ്പോൾ അർത്ഥമായിട്ട് കണക്ട് ചെയ്യാനും പറ്റും തരുന്ന വാക്കുകളെ. അപ്പോൾ നമുക്ക് നോക്കാം, അടുത്ത വാക്ക് നോക്കാം. പോംബ്. POMP. പോംബ് എന്ന് വെച്ചാൽ പൊങ്ങച്ചം എന്നാണ് അർത്ഥം വരുന്നത്. പോംബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങച്ചം എന്നാണ് അർത്ഥം വരുന്നത്. ഇതിപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഒന്നുകൂടി പറഞ്ഞുതരാം. POMP. പോംബ് എന്ന് വെച്ചാൽ പൊങ്ങച്ചം. എഴുതിയാ? പൊങ്ങച്ചം നിറഞ്ഞ ഭരണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ. ഭയങ്കര പത്രാസ് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ. അപ്പോൾ അതാണ് അവിടെ ഗാന്ധിജിയുടെ പാഠത്തിൽ നെഹ്റു സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ പാഠസന്ദർഭം ഗാന്ധിജിയെക്കുറിച്ച് നെഹ്റു പറയണതാണ് കേട്ടോ. അത് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഗാന്ധിജി പറയണതല്ല, ഗാന്ധിജിയെക്കുറിച്ച് നെഹ്റു പറയണതാണ്. ഉറപ്പാണ്? മനസ്സിലായല്ലോ അല്ലേ? ഹലോ. പിന്നെ സാറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറഞ്ഞു തരാനുള്ള ഒരു കാര്യം ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് സാധാരണ പബ്ലിക് എക്സാമിന് 19 പാഠങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. കേൾക്കുന്നുണ്ടോ? ഹലോ. ആ 19 പാഠത്തിൽ നമുക്ക് 8 പാഠങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ തന്നിട്ടുള്ളത്. കാരണം കോവിഡിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ കാരണം പാഠങ്ങൾ ചുരുക്കിയിട്ട് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത് 8 പാഠത്തിനാണ്. ആ 8 പാഠത്തിൻ്റെ ഫോക്കസ് ഏരിയയിൽ 8 പാഠത്തിൻ്റെ ലിസ്റ്റ് സാറ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. കണ്ടിരുന്നില്ലേ? പിന്നെ ആ 8 പാഠം മാത്രം പഠിച്ചാൽ പോരാട്ടോ. സാറ്
19 വേറെ 19 ഓളം പാറ്റേൺ ക്വസ്റ്റ്യൻസ് സാറ് വീഡിയോ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലേ? വീഡിയോ ക്ലാസ്സിലെ ഇമെയില്, ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ, ഫോർമൽ ലെറ്റർ, ലെറ്റർ ടു എഡിറ്റർ, കോംപ്രിഹെൻഷൻ പാസേജ്, പ്രൊസി റൈറ്റിംഗ്, വെർബ് യൂസേജ് എന്നൊക്കെ പറഞ്ഞ് ഒരു 19ഓളം പാറ്റേൺ ക്വസ്റ്റ്യൻസ് സാറ് വീഡിയോ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഹലോ. അപ്പോൾ ആ 19ഓളം ക്വസ്റ്റ്യനിൽ നിന്നാണ് 40% മാർക്ക് നമുക്ക് പബ്ലിക് എക്സാമിന് വരിക. പാറ്റേൺ ക്വസ്റ്റ്യൻസേ, എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിൽ നിന്നും 40ഓളം മാർക്ക് നമ്മുടെ പബ്ലിക് എക്സാമിന് വരും. ഇപ്പോൾ ഈ സെപ്റ്റംബറിൽ വരുന്ന പബ്ലിക് എക്സാമിന് വരും. മനസ്സിലായ? ശ്രദ്ധിച്ചാ? അപ്പോൾ അത് നമ്മൾ പഠിച്ചെടുക്കണം. ആ 19ഓളം പാറ്റേൺ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചെടുക്കണം. ആ പഠിച്ചാൽ തന്നെ 40% മാർക്ക് നമുക്ക് 40% മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം, 40%. പിന്നെ സാറ് പഠിപ്പിച്ചു തരുന്ന ഈ ഗൂഗിൾ മീറ്റ് വഴി ആ 8 പാഠങ്ങൾ സാറ് പഠിപ്പിച്ചു തരാം. 8 പാഠങ്ങളേ. ഹലോ. അപ്പോൾ ആ 8 പാഠത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ 60-40 കൂട്ടിയാൽ 100% മാർക്കിനുള്ള ഇതായി നമ്മൾ പഠിച്ചെടുക്കാം. പിന്നെ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്രാവശ്യത്തെ മാത്രം ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു ചെറിയ പ്രത്യേകത ഉണ്ട്. അതായത് 160 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിലേ. അതിൽ നമ്മൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക. എല്ലാതും 80ലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ടോട്ടൽ മാർക്ക് വരുന്നത്. മനസ്സിലായ? 80 മാർക്കാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ടോട്ടൽ മാർക്ക് വരുന്നത്. നമുക്ക് മാക്സിമം 80 കിട്ടുള്ളൂ എത്ര എഴുതിയാലും. ശ്രദ്ധിച്ചാ? മനസ്സിലായ? 80 മാർക്കിനാണ്. മനസ്സിലായി. നമുക്ക് 160 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദ്യ പേപ്പറിലുണ്ട്. അത്രയും ചോയ്സ് ഉണ്ട് നമുക്ക്. മനസ്സിലായ? അപ്പോൾ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഏറ്റവും അധികം എഴുതി വയ്ക്കുക. ഇപ്പം നമ്മൾ 80 മാർക്കിൽ കൂടുതൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ 100 മാർക്കിന് എഴുതി വെച്ചു എന്ന് വിചാരിക്കുക. ഹലോ, കേട്ടാ? 100 മാർക്കിന് എഴുതി വെച്ചാൽ 100 മാർക്കിന് എഴുതി വെച്ചാൽ 80 മാർക്ക് നമുക്ക് കിട്ടും. 100-130 മാർക്കിന് എഴുതിയെന്ന് വെച്ചാൽ 80 മാർക്ക് വരെ നമുക്ക് അവർ തരും. മാക്സിമം മാർക്ക് വരെ കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു രീതിയാണ് ഇപ്രാവശ്യം. അത് ഇപ്രാവശ്യം മാത്രമാണ് കേട്ടോ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അത് ഈ കോവിഡ് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് സെറ്റ് ചെയ്ത് വന്നത്. ഫോക്കസ് ഏരിയയും അതുപോലെ തന്നെ ഇങ്ങനെ ചോയ്സ് ഉള്ള ലിബറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വരുന്നത്. നമ്മൾ ഒരുപാട് ഓഫ്ലൈൻ ക്ലാസ്സുകൾ മിസ് ചെയ്തില്ല. ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമുക്ക് അധികം പറ്റിയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു മെത്തേഡ് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായ? പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പം നമ്മൾ നല്ല ശ്രദ്ധയോടെ പഠിച്ചാൽ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നു. മനസ്സിലായി? ലിമിറ്റഡ് പോർഷൻസും മാക്സിമം മാർക്സാണ് ലഭിക്കുന്നതേ. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് അടുത്ത വാക്കിൻ്റെ അർത്ഥം നോക്കാം. അപ്പം നമ്മൾ അവസാനം നിർത്തിയ വാക്ക് ഏതാ? പോമ്പല്ലേ? പോമ്പ്. അടുത്ത വാക്ക് ഏതാ കേട്ടോ? സ്പ്ലെൻഡർ. സ്പ്ലെൻഡർ എന്ന് പറഞ്ഞ വാക്ക് എഴുതിയെടുക്കാം. SPLENDOUR. സ്പ്ലെൻഡർ. സ്പ്ലെൻഡർ. SPLENDOUR. സ്പ്ലെൻഡർ. സ്പ്ലെൻഡർ എന്ന വാക്കിൻ്റെ അർത്ഥം മഹത്വം എന്നാണ്. സ്പ്ലെൻഡർ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. സ്പ്ലെൻഡർ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് മഹത്വം എന്നാണ്. സ്പ്ലെൻഡർ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. എഴുതിയാ? സ്പ്ലെൻഡർ എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിയാ? സ്പ്ലെൻഡർ എന്ന വാക്കിൻ്റെ അർത്ഥം മഹത്വം എന്നാണ്. സ്പ്ലെൻഡർ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ഇനി നമുക്ക് റിഡിക്കുലസ് എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതാം. റിഡിക്കുലസ്. RIDICULOUS. റിഡിക്കുലസ്. റിഡിക്കുലസ്. റിഡിക്കുലസ് എന്ന വാക്കിൻ്റെ അർത്ഥം മണ്ടത്തരമായ. റിഡിക്കുലസ് എന്ന വാക്കിൻ്റെ അർത്ഥം മണ്ടത്തരമായ പ്രവൃത്തി എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അത് ബ്രിട്ടീഷുകാർക്ക് ഭരണത്തെ പ്രതിയാണ് അങ്ങനെ പറയണത് കേട്ടോ. ആര് പറയണത്? നമ്മുടെ നെഹ്റു പറയണത്. റിഡിക്കുലസ്, മണ്ടത്തരമായ. അവർ കുറേ കാര്യങ്ങളിൽ ഭയങ്കര കാഠിന്യമേറിയ ഒരു ഭരണം കാഴ്ചവെച്ചു. അത് ചില സമയങ്ങളിൽ അവർക്കൊരു മണ്ടത്തരമായ ഒരു പ്രവൃത്തിയായിട്ടാണ് മാറിയത്. ഇനി നമുക്ക് നോക്കാം. അടുത്ത വാക്ക് പറഞ്ഞു തരട്ടെ? അടുത്ത വാക്ക് പറഞ്ഞു തരട്ടെ? ഇനി ഈ വാക്കുകൾ കുറച്ച് ദിവസങ്ങളുടെ ക്ലാസ് കഴിഞ്ഞാൽ സാർ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരണതെന്ന് മനസ്സിലാവും. മനസ്സിലായ? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറേ വാട്സപ്പിൽ ഇട്ട് തരാം. എല്ലാവരും ശ്രദ്ധിക്കണില്ലേ?
39 പേരും ശ്രദ്ധിക്കണില്ലേ? ആ ഓക്കെ. അടുത്ത ഓക്കെ, അടുത്ത വാക്ക് പറഞ്ഞുതരാം കേട്ടോ. അടുത്ത വാക്ക് FLAUNT, ഫ്ലോണ്ട്. ഫ്ലോണ്ട് എന്നാൽ കാണിക്കാൻ വേണ്ടി. ഫ്ലോണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം കാണിക്കാൻ വേണ്ടി. ഫ്ലോണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം കാണിക്കാൻ വേണ്ടി. ആ എന്താ ഒന്നുകൂടി പറഞ്ഞുതരണ? സ്പെല്ലിംഗ് പറഞ്ഞുതരാലോ. FLAUNT, ഫ്ലോണ്ട്. ഫ്ലോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കാൻ വേണ്ടി. ഇനി അടുത്ത വാക്ക് പറഞ്ഞു തരട്ടെ. അടുത്ത വാക്ക് പറഞ്ഞ ഇത് ഈ വാക്കുകളൊക്കെ പുതിയ വാക്കുകളല്ലേ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളല്ലല്ലോ. പുതിയ വാക്കുകളല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുള്ള പുതിയ വാക്കുകളല്ലേ കുറെയൊക്കെ. അത് നമുക്ക് ഈ പാഠങ്ങളിലൂടെ പുതിയ പുതിയ വാക്കുകൾ പഠിച്ചെടുക്കാൻ സാധിക്കും. ആ പുതിയ പുതിയ വാക്കുകൾ നമ്മൾ ഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭാഷയിൽ കൂടുതലായിട്ട് പ്രാവീണ്യവും നിപുണതയും ലഭിക്കും. അതിൽ നല്ല അറിവും കഴിവും മികവും ലഭിക്കുന്നതാണ് മാഷ് ഉദ്ദേശിച്ചത്, ഭാഷ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടേ. അതാണ് ഈ പാഠങ്ങൾ പഠിച്ചെടുക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന്. മറ്റൊന്ന് മൂല്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരാനും. മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മളിപ്പോൾ അവസാനം നിർത്തിയ വാക്ക് റിഡിക്കുലസ് കഴിഞ്ഞു, ഫ്ലോണ്ട് കഴിഞ്ഞു. ഇനി അടുത്ത വാക്ക് നമുക്ക് എഴുതിയെടുക്കാം. ഇൻഡിസ്റ്റിങ്വിഷബിൾ. നമുക്ക് എഴുതാം. ഇൻഡിസ്റ്റിങ്വിഷബിൾ. INDISTINGUISHABLE. ഇൻഡിസ്റ്റിങ്വിഷബിൾ. ഇൻഡിസ്റ്റിങ്വിഷബിൾ. ഒരിക്കൽ കൂടി മാഷ് ഒന്നുകൂടി പറഞ്ഞുതരാം. സ്പെല്ലിംഗ് പറഞ്ഞുതരാം. INDISTINGUISHABLE. ഇൻഡിസ്റ്റിങ്വിഷബിൾ. ഒന്നുകൂടി പറഞ്ഞുതരാം. INDISTINGUISHABLE. ഇൻഡിസ്റ്റിങ്വിഷബിൾ. വ്യത്യാസപ്പെടുത്താൻ പറ്റാത്ത എന്നാണ് അർത്ഥം. വ്യത്യാസപ്പെടുത്താൻ പറ്റാത്ത എന്നാണ് അർത്ഥം വരുന്നത്. വ്യത്യാസപ്പെടുത്താൻ പറ്റാത്ത എന്നാണ് അർത്ഥം വരുന്നത്. എഴുതിയാ? എല്ലാവരും എഴുതിയാ? ഓക്കെ. അടുത്ത വാക്ക് എഴുതാം. എമർജ്. EMERGE. എമർജ്. EMERGE. എമർജ്. പുറത്തു വരിക. എമർജ്. EMERGE. എമർജ്. പുറത്തു വരിക. എമർജ്. പുറത്തു വരിക. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. എമർജ് സ്പെല്ലിംഗ് പറഞ്ഞുതരാം. EMERGE. എമർജ്. എമർജ് എന്ന് വെച്ചാൽ പുറത്തു വരിക എന്നാണ് അർത്ഥം വരുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കൈകളിൽ നിന്നും പുറത്തു വന്നു ഇന്ത്യ. ആരുടെ നേതൃത്വത്തിൽ? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. നമുക്ക് ഇൻറ്റിമസി. ഇൻറ്റിമസി എന്ന വാക്ക് എഴുതാം. INTIMACY. ഇൻറ്റിമസി. ഇൻറ്റിമസി. ഇൻറ്റിമസി എന്ന വാക്കിൻ്റെ അർത്ഥം അടുപ്പം. അതായത് ഗാന്ധിജിയോട് ഭയങ്കരമായ ഒരു അടുപ്പം ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ടായി. ഇൻറ്റിമസി, അടുപ്പം. സ്പെല്ലിംഗ് പറഞ്ഞുതരാം. INTIMACY. ഇൻറ്റിമസി. എഴുതിയോ? INTIMACY. ഇൻറ്റിമസി. ഇനി നമുക്ക് അതിൻ്റെ അർത്ഥം എഴുതിയല്ലോ അല്ലേ? അടുപ്പം തോന്നുക. അപ്പോൾ ഗാന്ധിജിയോട് ഇന്ത്യൻ ജനതയ്ക്ക് അടുപ്പം തോന്നി എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. ഇതിൽ പർസ്യൂയിങ്. PURSUING. പർസ്യൂയിങ്. പർസ്യൂയിങ് എന്ന വാക്ക് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. PURSUING. പർസ്യൂയിങ്. പിൻചെല്ലുക, അതായത് പിന്തുടർന്ന് ചെല്ലുക. പർസ്യൂയിങ്. പിന്തുടർന്ന് ചെല്ലുക. പർസ്യൂയിങ് എന്ന വാക്കിൻ്റെ അർത്ഥം പിന്തുടർന്ന് ചെല്ലുക. എഴുതിയാ? ഇനി ഒരു പുതിയ വാക്കുണ്ട് കേട്ടോ. ഹെൻസ് ഫോർവേഡ്. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ഹെൻസ്. HENSFORWARD. ഹെൻസ് ഫോർവേഡ്. HENSFORWARD. ഹെൻസ് ഫോർവേഡ്. എഴുതിയാ? സ്പെല്ലിംഗ് എഴുതിയാ? HENSEFOR. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം.
FORWARD. henceforward. henceforward എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ മുതൽ. 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 എഴുതിയ henceforward അപ്പോൾ മുതൽ. ഹാർമണി, അടുത്ത വാക്ക് എഴുതിക്കോ. ഹാർമണി, HARMONY, ഹാർമണി. HARMONY, ഹാർമണി. ഹാർമണി എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനപരമായ യോജിപ്പ്. സമാധാനപരമായ യോജിപ്പ്. സമാധാനപരമായ യോജിപ്പ്. സമാധാനപരമായ യോജിപ്പ് എഴുതിയ. സമാധാനപരമായ യോജിപ്പ് എഴുതിയ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. ഇൻഹെറിറ്റൻസ്, INHERITANCE, ഇൻഹെറിറ്റൻസ്. സാർ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. INHERITANCE, ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം പിതൃസ്വത്ത്. ഇൻഹെറിറ്റൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം പിതൃസ്വത്ത് എന്നാണ്. ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. INHERITANCE, ഇൻഹെറിറ്റൻസ്. ഈ വാക്കിൻ്റെ അർത്ഥം പിതൃസ്വത്ത് എന്നാണ്. പാരമ്പര്യമായിട്ട് നമുക്ക് ലഭിച്ച സ്വത്ത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മനസ്സിലായ? പാരമ്പര്യമായിട്ട് നമ്മുടെ മുൻ തലമുറയിൽ നിന്നും നമ്മുടെ പിതാക്കന്മാരിൽ നിന്നും കിട്ടിയ സ്വത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ കയ്യിൽ നിന്നും കിട്ടിയ സ്വത്തിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്ത വാക്ക് പറയട്ടെ. അടുത്ത വാക്ക് പറഞ്ഞുതരാം. എറ്റയർ, ATTIRE, എറ്റയർ. എറ്റയർ, ATTIRE, എറ്റയർ. എറ്റയർ എന്ന വാക്കിൻ്റെ അർത്ഥം വസ്ത്രം എന്നാണ്. ഡ്രസ്സ് എന്നൊക്കെ പറയില്ലേ, വസ്ത്രം. എറ്റയർ, ഡ്രസ്സ്. എറ്റയർ, ഡ്രസ്സ്. എഴുതിയാ? എറ്റയർ എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിയെന്ന് വിചാരിക്കണം. ATTIRE, എറ്റയർ, വസ്ത്രം എന്നാണ് വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ഇനി അടുത്ത വാക്കിൻ്റെ അർത്ഥം എഴുതാം. അടുത്ത വാക്കിൻ്റെ അർത്ഥം നമുക്ക് എഴുതാം. ഫ്യൂഷൻ, FUSION, ഫ്യൂഷൻ. FUSION, ഫ്യൂഷൻ. FUSION, ഫ്യൂഷൻ. സംയോജനം, ഫ്യൂഷൻ, സംയോജനം. FUSION, ഫ്യൂഷൻ, സംയോജനം. FUSION, ഫ്യൂഷൻ, സംയോജനം. ഫ്യൂഷൻ, സംയോജനം. എഴുതിയല്ലോ? ഫ്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്കിൻ്റെ അർത്ഥം എഴുതാം. ടെനേഷ്യസ്ലി, ടെനേഷ്യസ്ലി. TENACIOUSLY, ടെനേഷ്യസ്ലി. TENACIOUSLY, ടെനേഷ്യസ്ലി. ശക്തിയോടെ, ടെനേഷ്യസ്ലി, ശക്തിയോടെ. ടെനേഷ്യസ്ലി, ശക്തിയോടെ. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. TENACIOUSLY, ടെനേഷ്യസ്ലി, ശക്തിയോടെ. ടെനേഷ്യസ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തിയോടെ എന്നാണ് അർത്ഥം വരുന്നത്. എഴുതിയാ? ടെനേഷ്യസ്ലി എഴുതിയോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. എസ്റ്റോണിഷിംഗ്ലി, എസ്റ്റോണിഷിംഗ്ലി. ഞാൻ സാർ ഇപ്പോൾ സ്പെല്ലിംഗ് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. ASTONISHINGLY, എസ്റ്റോണിഷിംഗ്ലി. അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ. എസ്റ്റോണിഷിംഗ്ലി, അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ. എസ്റ്റോണിഷിംഗ്ലി, അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ. അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ. ഇപ്പൊ പുതിയതായിട്ട് ചേർന്നത് ആരാ? രണ്ടുപേരും ഇപ്പൊ പുതിയതായിട്ട് ചേർന്നല്ലോ. അവരുടെ പേരൊന്ന് പറയാമോ? ഹലോ, രണ്ടുപേര് പുതിയതായിട്ട് ഇപ്പൊ ചേർന്നു. അവരുടെ പേരുകളൊന്ന് പറയാമോ? അറ്റൻഡൻസ് എടുക്കാനാണ്. ഹലോ, അഫ്സൽ. ഇത്ര നേരം വഴുകി വരരുത് കേട്ടോ. ഏതിലാണ്? OFEയിലാണോ? OFE. അഫ്സൽ എന്നാണ് പേരില്ല. അഫ്സൽ റഹ്മാൻ എന്നാണോ? ഓക്കെ, ഇത്ര നേരം വഴുകി വരരുത് കേട്ടോ. എന്നും 11:30-ക്കാണ് നമുക്ക് ക്ലാസ് ഉള്ളത്.
ശ്രദ്ധിച്ചു അഫ്സൽ? ഓക്കെ. ഇനി ആരാ? വേറൊരാൾ, രണ്ടുപേരും കൂടി കയറിയിരുന്നല്ലോ. അതാരാ? അമീൻ ഓയഫിയിലെ ഇപ്പൊ കയറിയതാണോ? കേട്ടാ? എല്ലാ ചൊവ്വ, വ്യാഴം, ശനി ആ ദിവസങ്ങളിലാണ് OFE CAP ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ ക്ലാസ് ഉണ്ടാവുക കേട്ടാ. നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടാവുക. ശ്രദ്ധിച്ചോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹലോ? ഓക്കെ. ഓക്കെ. അപ്പം നമ്മൾ അപ്പോൾ രണ്ടുപേരുടെ പേരും സാർ എഴുതി. പിന്നെ വന്നു കഴിഞ്ഞാൽ ഉടനടി പേര് പറഞ്ഞോളാം, എന്നാലേ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കേട്ടാ? കേട്ടല്ലോ? എല്ലാവരും കേട്ടല്ലോ? ഓക്കെ. 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 ഇനി നമുക്ക് അസ്റ്റോണിഷിംഗ്ലി എന്ന വാക്കല്ലേ നമ്മൾ എഴുതിയത്? അസ്റ്റോണിഷിംഗ്ലി. ഓക്കെ. അസ്റ്റോണിഷിംഗ്ലി വാക്കിൻ്റെ അർത്ഥം നമ്മൾ എഴുതിയല്ലോ, അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ. അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ. അസ്റ്റോണിഷിംഗ്ലി അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ എഴുതിയ? അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ എഴുതിയ? അത്ഭുതപ്പെടുത്തുന്ന രീതി. ഓക്കെ. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. ഫാസിനേറ്റഡ്. FASCINATED. ഫാസിനേറ്റഡ്. FASCINATED. ഫാസിനേറ്റഡ്. താല്പര്യം ഉണ്ടാകുക. ഫാസിനേറ്റഡ് താല്പര്യം ഉണ്ടാകുക. ഫാസിനേറ്റഡ് താല്പര്യം ഉണ്ടാകുക. ഫാസിനേറ്റഡ് താല്പര്യം ഉണ്ടാകുക. ഇലക്ട്രോണിക് ടെസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. FASCINATED. ഫാസിനേറ്റഡ് താല്പര്യം ഉണ്ടാകുക. എഴുതിയാ? താല്പര്യം ഉണ്ടാകുക എന്ന് എഴുതിയോ? അപ്പോൾ ഇനി ഒരു കാര്യം സാറിന് പറഞ്ഞു തരാനുണ്ട്. ഇലക്ട്രോണിക് ടെക്സ്റ്റ് ബുക്ക് സാറ് വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും കിട്ടിയോ? എല്ലാവരും ശ്രദ്ധിച്ചോ? അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കണം. പിന്നെ സെക്കൻഡ് ഇയർ ടെക്സ്റ്റ് ബുക്ക് വേണ്ടവരാരൊക്കെയാ? സെക്കൻഡ് ഇയറിലെ വേണ്ട ഇപ്പം പറയണ്ട. ഒരു 90 രൂപയാണ്. അത് കിട്ടുമെന്ന് ഉറപ്പില്ല കേട്ടോ, കിട്ടുമെന്ന് ഉറപ്പില്ല. സാറൊന്ന് അന്വേഷിച്ച് നോക്കാമെന്ന് മാത്രം. അപ്പോൾ അത് സാറ് അത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ സാറിൻ്റെ വാട്സപ്പിലേക്ക് ടെക്സ്റ്റ് ബുക്ക് നീഡഡ് എന്ന് പറഞ്ഞ് പേര് തന്നാൽ മതി കേട്ടോ. കേട്ടോ? ആവശ്യമുണ്ടെങ്കിൽ. സെക്കൻഡ് ഇയറിൻ്റെ കാര്യം സാറ് പറയണേ കേട്ടോ. സെക്കൻഡ് ഇയർ ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യം പറയണേ. ഫസ്റ്റ് ഇയർ ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഇയർ പരീക്ഷയാണ് നമുക്ക് സെപ്റ്റംബറിലുള്ളത് കേട്ടോ. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ. ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്ക് സാറ് ഇലക്ട്രോണിക് കോപ്പി വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തന്നിട്ടുണ്ട്. അത് നിങ്ങളൊപ്പം റെഫർ ചെയ്തോളൂ കേട്ടോ. അതെ. അതുപോലെ തന്നെ സാറ് പഠിപ്പിച്ചു തന്ന 19 പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ഓൺലൈനിലെ വീഡിയോയിലെ, അത് നോക്കാൻ മറക്കരുത്. പിന്നെ സാറൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഫസ്റ്റ് ഇയർ ഫോക്കസ് ഏരിയ പോർഷൻസ് എന്ന് പറഞ്ഞിട്ട്. അത് ശ്രദ്ധിച്ചിരുന്നു ആ ചാനലിലെ? ഫസ്റ്റ് ഇയർ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സാറ്. അപ്പോൾ അതിലുള്ള പാഠങ്ങൾ മാത്രം സെപ്റ്റംബറിലേക്ക് പഠിക്കണ്ടോ. അതിലുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഒപ്പം സാർ ഇപ്പോൾ എടുത്തുതരുന്ന ഈ ഗൂഗിൾ മീറ്റിലൂടെ എടുത്തുതരുന്ന ക്ലാസ്സുകളും. കേട്ടല്ലോ? ഓക്കെ. എല്ലാവരും കേട്ടല്ലോ? ആൺകുട്ടികളുടെ ഭാഗത്ത് റെസ്പോൺസ് കുറവാകുന്നു. ഓക്കെ. അപ്പോൾ ഓക്കെ, മതി. ആ പ്ലേലിസ്റ്റിൻ്റെ പേര് ഫോക്കസ് ഏരിയ ഫസ്റ്റ് ഇയർ പോർഷൻസ് ആണ്. ഫസ്റ്റ് ഇയറിന് എഴുതിയിട്ടുണ്ട് ഫോക്കസ് ഏരിയ പ്ലേലിസ്റ്റിൽ കേട്ടോ, യൂട്യൂബ് ചാനലിൽ. അതുപോലെ തന്നെ സാർ ഇനി എടുത്തു തരുന്ന പാഠങ്ങളൊക്കെ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലുണ്ടാവും കേട്ടോ. ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലുണ്ടാവും. ഇനിയിപ്പോൾ എന്നും ഞാൻ 1 മണിക്കൂർ ക്ലാസ് എടുക്കുമല്ലോ നമ്മളിപ്പോൾ ഓൾട്ടർനേറ്റീവ് ടൈം ടേബിൾ അനുസരിച്ച്. അപ്പോൾ അതിൽ ഇനി ബാക്കിയുള്ള പാഠങ്ങൾ പഠിപ്പിച്ച് തരും. അപ്പോൾ എല്ലാവരും മുടങ്ങാണ്ട് വരണം. ഇനി നമ്മളിപ്പോൾ അസ്റ്റോണിഷിംഗ്ലി എഴുതി കഴിഞ്ഞു, ഫാസിനേറ്റഡ് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് 2 വാക്ക് കൊണ്ട് കഴിഞ്ഞാൽ ഈ പാഠത്തിൻ്റെ അർത്ഥങ്ങൾ കഴിഞ്ഞു. 2 വാക്കും കൂടി ഉള്ളു. വാസ്റ്റ്, വാസ്റ്റ് വളരെ വലിയ. വാസ്റ്റ് വളരെ വലിയ. വാസ്റ്റ് വളരെ വലിയ. എഴുതിയാ? ഓക്കെ. നമുക്കിനി അടുത്ത വാക്ക് എഴുതാം. ഓപ്പണൻസ്. OPPONENTS. ഓപ്പണൻസ്. ഓപ്പണൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം ശത്രുക്കൾ എന്നാണ്. ഓപ്പണൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം ശത്രുക്കൾ എന്നാണ്.
ഒപ്പോണൻസ് എന്നാണ് യഥാർത്ഥ പ്രൊണൗൺസിയേഷൻ കേട്ടോ. സാറ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞതാണ് ഒപ്പോണൻസ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു ക്രിക്കറ്റ് മത്സരമായാലും ഫുട്ബോൾ മത്സരമായാലും ബോക്സിംഗ് മത്സരമായാലും ഒപ്പോണൻറ്റ് ഉണ്ടാവുമല്ലോ, ഒപ്പോണൻറ്റ് ടീം ഉണ്ടാവും, ഒപ്പോണൻറ്റോ അല്ലെങ്കിൽ ഒപ്പോണൻറ്റ് ടീമോ ഉണ്ടാവും. അപ്പോൾ ഒപ്പോണൻറ്റ് എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചെടുത്തു. ഇനി നമുക്കിനി അടുത്തത് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ചോദ്യോത്തരങ്ങൾക്ക് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന പാഠത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഓപ്പോണൻറ്റിൻ്റെയോ അപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. OPPONENTS എന്നാണ് സ്പെല്ലിങ്. അർത്ഥം ശത്രുക്കൾ എന്നാണ്. ശത്രുക്കൾ അല്ലെങ്കിൽ നമ്മുടെ പ്രതിയോഗികൾ. മനസ്സിലായല്ലോ? മനസ്സിലായോ? ഇവിടെ ബ്രിട്ടീഷുകാരെ നമ്മുടെ പ്രതിയോഗികളായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മൾ ഭരിച്ചിരുന്നുകൊണ്ടേ, അടിച്ചമർത്തുന്ന രീതിയിൽ ഭരിച്ചിരുന്നുകൊണ്ട് ബ്രിട്ടീഷുകാരാണ് നമ്മുടെ പ്രതിയോഗികളായിരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഹലോ ഹലോ ഓക്കെ. ഇന്ന് സാറ് കുറേ അധികം ചോദ്യങ്ങൾ തരുന്നില്ല. ഒരു ചോദ്യം 2 ചോദ്യം തന്ന് നമുക്ക് ഇന്നൊക്കെ ഉള്ളത് മതിയാവും കേട്ടോ. അപ്പോൾ ഒരു ചോദ്യം, ആദ്യത്തെ ചോദ്യം നമുക്ക് എഴുതിയെടുക്കാം. ആദ്യം അപ്പോൾ നമ്മൾ നോട്ട്ബുക്കിൽ ഹെഡിങ് എഴുതണം, ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന് എഴുതണം കേട്ടോ. ഹെഡിങ് കൊടുക്കണം കേട്ടോ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് കൊടുത്തോ? ഹെഡിങ് കൊടുത്തതിന് ശേഷം സാർ ഫസ്റ്റ് ചോദ്യം പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ചോദ്യം പറഞ്ഞുതരാം. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. വാട്ട് ഈസ് റെഫേർഡ് ടു ആസ് the all-powerful monster? What is referred to as the all-powerful monster? ഒന്നുകൂടി പറഞ്ഞുതരാം. What is referred to as the all-powerful monster? What is referred to as the all-powerful monster? എഴുതിയാ? What is referred to as the all-powerful monster? ക്വസ്റ്റ്യൻ എഴുതിയല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ അർത്ഥം സാറ് പറഞ്ഞുതരാം. എന്തിനെയാണ് ഒരു ഭീകര സത്വമായിട്ട് ജവഹർലാൽ നെഹ്റു പേരിട്ട് വിളിക്കുന്നത് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം സാറ് പറഞ്ഞുതരാം. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ അടിച്ചമർത്തി ഭരിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യനെ ബ്രിട്ടീഷ് അടിച്ചമർത്തി ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യൻ ജനതയിൽ ഒരുപാട് ദേഷ്യവും അമർഷമൊക്കെ ഉണ്ടായി. അപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഭയങ്കരമായ ഒരു തീവ്രമായൊരു ദേഷ്യത്തെയും അതുപോലെ തന്നെ ഒരു പ്രതികാര ബുദ്ധിയെയും ആണ് ഇവിടെ ഇൻഡയറക്റ്റായിട്ട് ഓൾ പവർഫുൾ മോൺസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്നത്. ഓൾ പവർഫുൾ മോൺസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്നത്. ഒരു മിനിറ്റ് കേട്ടോ, സാറ് ഒരു ബുക്ക് എടുക്കട്ടെ. ഓൾ പവർഫുൾ മോൺസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്നത്. കേൾക്കാമല്ലോ? എല്ലാവർക്കും കേൾക്കാമല്ലോ? ക്വസ്റ്റ്യൻ എഴുതിയെടുത്തില്ലേ? എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുത്തില്ലേ? ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതിയെടുക്കാം. എഴുതിയെടുത്തോളൂ. ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അതിൻ്റെ ഉത്തരമാണ് നമ്മൾ എഴുതുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് നമ്മൾ എഴുതണത്. നമുക്ക് എഴുതാം. സാർ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ was very hard and destructive. എന്നിട്ടിങ്ങനെ എഴുതിക്കോളൂ. Indian people seemed to be
seemed to be helpless. Indian people seemed to be helpless. 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 Helpless എന്ന് വെച്ചാൽ സഹായമില്ലാത്ത അവസ്ഥ. Indian people seemed to be helpless and hopeless. 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 And hopeless. Helpless and hopeless. Helpless and hopeless. After the First World War. After the First World War. After the First World War. Under the British rule. Under the British rule. After the First World War. Under the British rule. നിങ്ങൾ എഴുതിയെന്ന് കരുതുന്നു. After the First World War, under the British rule. എഴുതിയോ? ഓക്കെ ഓക്കെ ഉത്തരം എഴുതിക്കോളൂ. This harsh British rule is referred to. This harsh British rule is referred to as the all-powerful monster. As the all-powerful monster. As the all-powerful monster. As the all-powerful monster. എഴുതിയോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനും ഉത്തരവും നമ്മൾ എഴുതി ഇല്ലേ? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനും ഉത്തരവും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യം കൂടി എഴുതാം, ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതാം. വാട്ട് വാസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് വാസ് ദ ഇമ്പാക്റ്റ് ഓഫ് the impact of the First World War. What was the impact of the First World War? എഴുതിയോ? What was the impact of the First World War എന്ന് എഴുതിയോ? ഓക്കെ, അതിൻ്റെ ഉത്തരം നമുക്ക് എഴുതിയെടുക്കാം. അതിൻ്റെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്ത് ആണ് ഫസ്റ്റ് വേൾഡ് വാറിന് ഉണ്ടായ ഇമ്പാക്റ്റ് എന്ന്. ഇമ്പാക്റ്റ് ഏത് രാജ്യത്തിനാണ്, ഇന്ത്യക്ക് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടായതെന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നാണ് ചോദ്യം. ഇന്ത്യക്ക് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടായതെന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് എഴുതിയെടുക്കാം. ഇന്ത്യക്ക് ഉണ്ടായത് എന്താ? ഭയങ്കര കഠിനമായ ദാരിദ്ര്യം, ഒരുപാട് പേരുടെ സ്ഥലം നഷ്ടപ്പെടുകയും ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. കഠിനമായ ദാരിദ്ര്യത്തിലേക്കാണ് ഇന്ത്യ പോയത്. ഇതിന് തുടർച്ച പട്ടാള ഭരണവും പിന്നെ അതുപോലെ തന്നെ റെപ്രസീവ് ലെജിസ്ലേഷൻ ഉണ്ടായി, അടിച്ചമർത്തുന്ന ഒരു ഭരണ രീതിയും കൂടിയാണ് വേൾഡ് വാർ 1 ശേഷം ഉണ്ടായത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതിയെടുക്കാം. ദ ഫസ്റ്റ് വേൾഡ് വാർ, ഉത്തരാണ് എഴുതണം കേട്ടോ. ദ ഫസ്റ്റ് വേൾഡ് വാർ had a terrible impact. The First World War had a terrible impact on the Indian people as they were cut off from the land. Cut off from the land എന്ന് കുറേ പേർക്ക് സ്വന്തം രാജ്യത്തിൽ വർക്ക് ചെയ്യാൻ എന്താ ദാ കഴിഞ്ഞ് as they were cut off from the land. Cut off from the land എഴുതിയോ? Cut off from the land എഴുതിയാ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് ഇന്ത്യക്കാരിലെ പട്ടാളക്കാർ ഒരുപാട് പേര് ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ വേണ്ടി പോയിരുന്നു ലോകമഹായുദ്ധത്തിലെ. അപ്പോൾ അങ്ങനെ അവർ ഇന്ത്യൻ രാജ്യമായിട്ടുള്ള ബന്ധം അവർക്ക് വിച്ഛേദിക്കപ്പെട്ടു. അതാണ് കട്ട് ഓഫ് ഫ്രം ദ ലാൻഡ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത അതിന് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കട്ട് ഓഫ് ഫ്രം ദ ലാൻഡ് ആൻഡ് കുഡ് നോട്ട്
do any kind of and could not do any kind of and കഴിഞ്ഞിട്ടേ സം എന്നൊരു പ്രിഫിക്സ് ആരോട്ട് എഴുതിക്കോട്ടാ. സാറ് പറയാൻ വിട്ടുപോയതാ കേട്ടോ. ആൻഡ് കഴിഞ്ഞിട്ട് സം SOME എന്നുള്ളത് ഒരു ആരോട്ടിട്ട് പ്രിഫിക്സ് ചെയ്ത് എഴുതിക്കോ. ആൻഡ് സം കുഡ് നോട്ട് എന്ന് എഴുതിക്കോ. ആൻഡ് സം കുഡ് നോട്ട് ഡു എനി കൈൻഡ് ഓഫ് and some could not do any kind of manual, some could not do any kind of manual or technical work, some could not do any kind of manual or technical work. ഒരു തരത്തിലൊരു ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ വേൾഡ് വാർ 1 ശേഷം ഇന്ത്യ എത്തി എന്നാണ് പറയുന്നത്. ആ സെൻറ്റൻസ് ഒരിക്കൽ കൂടി സാർ ആവർത്തിക്കാം. ആൻഡ് സം കുഡ് നോട്ട് ഡു എനി കൈൻഡ് ഓഫ് മാനുവൽ ഓർ ടെക്നിക്കൽ വർക്ക്. എഴുതിയോ? എഴുതിയില്ലേ? എഴുതി. ഓക്കെ. ഇനി നമുക്ക് അടുത്ത വരി നോക്കാം. ദിസ് റിസൾട്ടഡ് ഇൻ ഗ്രോയിങ് അൺഎംപ്ലോയ്മെന്റ്. ദിസ് റിസൾട്ടഡ് ഇൻ ഗ്രോയിങ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി and the people felt helpless and the people felt helpless and people felt helpless and hopeless. People felt helpless and hopeless. എഴുതിയോ? അവിടെ വരെ എഴുതിയാ? എന്താ ആ വാചകത്തിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്ത് ഉടനീളം തൊഴിലില്ലായ്മയും പട്ടിണിയും തൊഴിലില്ലായ്മയും ഉണ്ടായി. അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ തൊഴിലില്ലായ്മ, പോവർട്ടി എന്ന് വെച്ചാൽ ദാരിദ്ര്യം തൊഴിലില്ലായ്മ ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നും കൂടി ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് രാജ്യത്തിലെ ആളുകൾ വളരെ ഹെൽപ്ലെസ്സായി ഫീൽ ചെയ്തിരുന്നു. ഹെൽപ്ലെസ്, അവർക്കൊരു സഹായം പോലും ഇല്ലാത്ത അവസ്ഥ, അല്ല ഹോപ്പ്ലെസ് ആയിരുന്നു, അവർക്ക് പ്രതീക്ഷ പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു സെൻറ്റൻസ് കൂടി എഴുതിയാൽ ഉത്തരം കഴിയും. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് കൂടി നമുക്ക് എഴുതാം. മോർ ഓവർ എന്ന് എഴുതിക്കുക. അടുത്ത സെൻറ്റൻസിൽ മോർ ഓവർ എന്ന് വെച്ചാൽ ഇതും കൂടാഞ്ഞിട്ട്, മോർ ഓവർ MOREOVER മോർ ഓവർ the British brought in repressive legislation. സാർ ഒന്നുകൂടി ആ വാക്ക് പറയാം. REPRESSIVE repressive legislation LEGISLATION repressive legislation. repressive എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചമർത്തുന്ന, ലെജിസ്ലേഷൻ ഭരണം, repressive legislation. അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. മോർ ഓവർ ബ്രിട്ടീഷ് ബ്രോട്ട് ഇൻ repressive legislation and എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് കൂടി എഴുതിക്കോ. ആൻഡ് മിലിറ്ററി റൂൾ പട്ടാള ഭരണവും കൊണ്ടുവന്നു, അടിച്ചമർത്തുന്ന ഭരണരീതിയും കൊണ്ടുവന്നു എന്നാണ് പറയണത്. വേൾഡ് വാർ 1 ശേഷേ. മനസ്സിലായല്ലോ? മനസ്സിലായി. എഴുതി കഴിഞ്ഞല്ലോ അല്ലേ? അപ്പം നമ്മൾ 2 ചോദ്യം, ഒരുപാട് വാക്കുകളുടെ അർത്ഥങ്ങളും പുതിയതായിട്ട് പഠിച്ചു ഇല്ലേ? ചോദ്യങ്ങൾക്ക് 2 ചോദ്യത്തിൻ്റെ ഉത്തരവും പഠിച്ചു ഇല്ലേ? ഹലോ, ഇന്നൊക്കെ ഇത് മതിയില്ലേ? ഇത് നിങ്ങൾ ഇന്ന് പഠിച്ചോളില്ലേ? ഓക്കെ. അപ്പോൾ സാറ് നാളെ അല്ല, ഇനിയുള്ളത് നമുക്കിപ്പോൾ ഇന്നിപ്പോൾ വ്യാഴാഴ്ചയല്ലേ, ഇനിയിപ്പോൾ ശനിയാഴ്ചയാണ് ക്യാപ്പിനും OFക്കും ക്ലാസ് ഉള്ളത്. അപ്പോൾ ഇനി ക്യാപ്പിനും OFക്കും 11:30 ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവും. മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാഷ് അറിയിക്കാം. അപ്പോൾ ആ ദിവസം മാഷ് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ. അതിനെ ബേസ് ചെയ്തിട്ട് ഈ രണ്ട് ചോദ്യങ്ങളെയും അർത്ഥങ്ങളെ ബേസ് ചെയ്ത് സാറ് ചോദ്യം ചോദിക്കും കേട്ടാ. അപ്പം അതിന് പഠിച്ച് ഒരുങ്ങിയിരിക്കില്ലേ? ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചോ. ഇന്ന് എടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാഷോട് ചോദിച്ചോ, കുഴപ്പമില്ല. അപ്പോൾ സംശയം നമ്മൾ
ഇന്ന് എടുത്ത ക്ലാസ് ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് ശനിയാഴ്ച നമുക്ക് കണ്ടുപിടിക്കാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, എന്നാൽ ഇനി എല്ലാവരും ഓരോരുത്തർ ലെഫ്റ്റ് ആയിക്കോ. എല്ലാവരും ലെഫ്റ്റ് ആയതിനു ശേഷം സാറിന് ഈ മീറ്റിംഗ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും ലെഫ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം. Okay, welcome dear students, welcome. Thank you, sir. Welcome.